അക്സറിൻ്റെ ഉമ്മയുണ്ടെങ്കിൽ ഇപ്പം മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളൊക്കെ കുറേയധികം ചോദ്യങ്ങൾ അക്സറിൻ്റെ ഉമ്മയടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കുട്ടിയെ ഉപദ്രവിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ സത്യമാണോ? നിങ്ങളും കൂടെ ചേർന്നിട്ടാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേന് അക്സറിൻ്റെ ഉമ്മ പറയുന്നൊരു കാര്യം, ഞാൻ അവരെ കൂടെയൊന്നുമല്ല, ഞാൻ എൻ്റെ ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ വല്ലപ്പോഴും മാത്രമേ എൻ്റെ മക്കളുടെ വീട്ടിൽ പോയി നിൽക്കാറുള്ളൂ എന്നുള്ളൊരു കാര്യം. പിന്നെ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് എൻ്റെ മോൻ മാത്രമല്ല, ആ ഒരു അഖിലയും ഉണ്ടെങ്കിൽ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല, ചെറിയൊരു ചുള്ളിക്കമ്പ് ഒടിച്ചിട്ടൊക്കെ പതുക്കെയൊക്കെ അടിക്കുന്നത്, അല്ലാതെ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട്, പതുക്കെ അടിച്ചോളെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഇത്രയും മുറിവൊക്കെ വന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ. അപ്പം ചോദിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളും ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അന്നത്തെ ദിവസം എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇല്ല ഞാനില്ലായിരുന്നു, ഞാൻ ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോനെ കുറ്റം പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു അഖിലയെ കുറ്റം പറയാനാണ് ഈ ഒരു അക്സറിൻ്റെ ഉമ്മ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം അവളും ഇതേ കണക്ക് ചെയ്യുമായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് കുട്ടി വീണൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. എൻ്റെ മോൻ എൻ്റെ അടുത്തുള്ള സമയത്തൊന്നും ഇങ്ങനെ ആരുടെടുത്തും പെരുമാറിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അക്സറിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെയായിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു അക്സറിൻ്റെ ഉമ്മയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞിട്ട് അക്സറിൻ്റെ ഉമ്മയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ട്.